ശിവശങ്കർ നമ്മോടൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് ശിവശങ്കർ, കോടതി മുൻപാകെ 6 പ്രതികളാണുള്ളത്. ഇവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടിട്ടുണ്ട്. 6 പേരും ഒരുമിച്ച് ചേർന്ന് ഈ കുറ്റകൃത്യം നടത്തണം എന്ന പദ്ധതിയോടുകൂടി ആസൂത്രിതമായി നടത്തിയിട്ടുള്ള കുറ്റകൃത്യമാണ്. ഇതിൽ ഒരാളെ ഈ ആക്ടിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ആ ഒരാൾക്ക് കൂടുതൽ ശിക്ഷയും മറ്റുള്ളവർക്ക് കൂടുതൽ ശിക്ഷയുമായിരിക്കുമോ, അതോ പ്രോസിക്യൂഷൻ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത് ഒരാളുടെ സഹായമില്ലാതെ മറ്റൊരാൾക്ക് ചെയ്യുക സാധ്യമല്ല എന്ന മട്ടിലുള്ള ഇതൊരു സംഘടിത കുറ്റകൃത്യമാണ്, അതുകൊണ്ട് എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ എന്ന് പറയുമ്പോൾ പരമാവധി ശിക്ഷ ജീവപര്യന്തം വേണം, ഇളവുകളില്ലാത്ത ജീവപര്യന്തം വേണം, ഇതാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസിന്റെ ശിക്ഷ ആ തരത്തിൽ തന്നെ എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ കിട്ടാവുന്ന ഒരു കേസായി മാറാനാണോ സാധ്യത? എന്ത് തോന്നുന്നു? ഇദ്ദേഹം അതിനകത്ത് എവിഡൻസിൻ്റെ പൂർണ്ണരൂപം മനസ്സിലാക്കിയാൽ മാത്രമേ കൃത്യമായിട്ടൊരു മറുപടി തരാൻ കഴിയൂ. ഇപ്പോൾ ആകെ നമുക്ക് തെളിവായി നമുക്ക് പൊതുജനത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്ഥലത്തും സമയത്തും സംഭവത്തിലും ഈ 6 പ്രതികളും ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ഈ 6 പ്രതികളും എങ്ങനെ ഒരുമിച്ചെത്തി എന്ന് പറയുന്നതിന് പലതരം സാഹചര്യങ്ങൾ ഉണ്ടാവാം. ഒരുവൻ അറിഞ്ഞുകൊണ്ടുണ്ടാവാം, ഒരുവൻ പ്രത്യേക സാഹചര്യത്തിൽ വന്നു പെട്ടിട്ടുണ്ടാവാം. അതൊക്കെ തന്നെ അവരുടേതായ വക്കീലന്മാർ എവിഡൻസിൻ്റെ സമയത്ത് ക്രോസ് വിസ്താരം നടത്തി അവരുടെ റോള് എത്രത്തോളമാണ് എന്നുള്ളത് ഒരുപക്ഷെ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നത് ഒരു പ്രത്യേക ഒഫൻസിനാണ്. പക്ഷേ ആ ഒഫൻസിന് കൊടുക്കുന്ന ശിക്ഷയുടെ ഏറ്റക്കുറച്ചിലുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹിയറിംഗ് ഓൺ സെൻറ്റൻസിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടു, കുറ്റകൃത്യം നടന്ന സമയത്തുണ്ടായിരുന്നു, അവരുടെ സാന്നിധ്യവും സഹായവും ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയ സംഗതികളൊക്കെ തന്നെ ശിക്ഷയുടെ ഏറ്റക്കുറച്ചിലിനെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. ഒപ്പം ഒന്നാം പ്രതി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമുണ്ട്. അതൊരു റേപ്പാണ് എന്ന് മാത്രമല്ല അത് ഫിലിം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ കുറ്റകൃത്യത്തിന് അയാൾ ഇതിനോടകം 8 വർഷത്തോളം തടവ് അനുഭവിച്ചിട്ടുണ്ട്. പരമാവധി ശിക്ഷ തന്നെ കൊടുക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട് എന്നാണോ കാണുന്നത്? ഇദ്ദേഹം അതിനകത്ത് ചില ഒഫൻസുകൾക്ക് മിനിമം പണിഷ്മെൻ്റ് ഉണ്ട്, മറ്റ് ചില ഒഫൻസുകൾക്ക് മിനിമം പണിഷ്മെൻ്റ് ഇല്ല. നമ്മുടെ നിയമത്തെ സംബന്ധിച്ച് പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നാം പ്രതി ചെയ്ത പ്രവൃത്തി, അതായത് അതിൽ ഇദ്ദേഹം പറഞ്ഞതിനകത്തൊരു ചെറിയ സംഗതി ഈ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ ഒരുപക്ഷെ വ്യക്തമാകുമായിരിക്കും. അതായത് ചില കാര്യങ്ങൾ ഫിലിം ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് അത് അതിരുകടന്നു പോയതാണോ, അതോ ഈ അതിരുകടന്ന പ്രവൃത്തി പിന്നീട് ഫിലിമിലേക്ക് പകർത്തിയതാണോ എന്നുള്ളതൊക്കെ നമ്മളൊക്കെ ഒരു തേർഡ് പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇൻ ക്യാമറയായി നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ കുറ്റപത്രമൊന്നോ ഞാൻ ആക്സസ് ചെയ്തിട്ടില്ല, അവിടെ എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഈ ജഡ്ജ്മെൻറ്റിൽ ഉണ്ടാകും. കാരണം ഇത് ഒറിജിനേറ്റ് ചെയ്തത് എങ്ങനെയാണ്, ഈ 6 പ്രതികൾ എങ്ങനെ ഒരുമിച്ച് വന്നു, ഇത് സ്റ്റാർട്ട് ചെയ്തത് ഏത് ലെവലിലാണ്, ഏതുവരെ പ്രൊസീഡ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ജഡ്ജ്മെൻറ്റിലാണ് വായിക്കാൻ പറ്റുന്നത്. കാരണം മറ്റെല്ലാം ഇൻ ക്യാമറയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത് പോലെ ഒരു റേപ്പിനുള്ള കൊട്ടേഷൻ എന്ന് പറയുന്ന കാര്യവും അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ജഡ്ജ്മെൻറ്റിൽ വിശദീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിശകലനം ചെയ്തിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഞാൻ ഇല്ല എന്നോ അങ്ങനെ അല്ല എന്നോ അല്ല പറയുന്നത്.